2.0 രാജ്യം ആകാംക്ഷയോടെ കാത്തിരുന്ന ശങ്കർ സിനിമ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള ശക്തമായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഭൂമി മനുഷ്യന്റെ മാത്രമല്ലെന്നും പക്ഷികൾ ഉൾപ്പെടെ സകല ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും പ്രേക്ഷകരോട് വിളിച്ചു പറയാൻ ശങ്കർ സ്വീകരിച്ച വഴിയെ അഭിനന്ദിക്കുക തന്നെ വേണം. സിനിമ കേവലം ഗ്ലാമർ കച്ചവട മേഖല മാത്രമല്ലെന്നും ശക്തമായ സന്ദേശം സമൂഹത്തിന് നൽകാനുള്ള ബാധ്യത സിനിമാ പ്രവർത്തകർക്കുണ്ടെന്നും ശങ്കർ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതി സ്നേഹികളുടെ വാക്കുകളെ പുച്ഛിച്ച് തള്ളുന്നവർ 2.0 കണ്ടാൽ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുമെന്ന കാര്യം ഉറപ്പ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ അനിവാര്യ ഭാഗമായി കഴിഞ്ഞ മൊബൈലുകൾ ഉയർത്തുന്ന ഭീഷണിയുടെ ഭീകരത വൈകാരികമായി മാത്രമല്ല അതിതീവ്രമായും അവതരിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. മൊബൈൽ ടവർ റേഡിയേഷൻ മൂലം പക്ഷികൾ കൂട്ടത്തോടെ പിടഞ്ഞു വീഴുമ്പോൾ പ്രതികാരദാഹിയായി കുരുവി തന്നെ ഭീകര രൂപമെടുക്കുന്നത് ഗ്രാഫിക്സ് വിസ്മയങ്ങളുടെ വേറിട്ട കാഴ്ചയാണ്. അമേരിക്കയിലും ചൈനയിലും പോലും ഏതാനും ചില മൊബൈൽ കമ്പനികൾ മാത്രമുള്ളപ്പോൾ ഇന്ത്യയിൽ അനവധി മൊബൈൽ കമ്പനികൾ പ്രവർത്തിക്കുന്നതും മൊബൈൽ ടവർ പുറത്തുവിടുന്ന റേഡിയേഷൻ മൂലം പക്ഷികളുടെ കൂട്ട മരണമണി മുഴങ്ങുന്നതും ഇനി മനുഷ്യന്റെയും നിലനിൽപ്പിനെ കൂടി ബാധിക്കുമെന്ന മുന്നറിയിപ്പും സിനിമ നൽകുന്നുണ്ട്. വിളകൾ നശിച്ചതായി വിലപിക്കുന്ന കർഷകനോട് കീടങ്ങളെ നശിപ്പിക്കാൻ കുരുവികൾ അടക്കമുള്ളവ ഇല്ലാത്തത് നായക കഥാപാത്രം ഓർമ്മപ്പെടുത്തുന്നത് സന്ദർഭോചിതമായ ഇടപെടൽ തന്നെയാണ്. ജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന മാധ്യമം എന്ന നിലയിൽ പുതിയ കാലഘട്ടത്തിൽ സമൂഹത്തിന് നേരെ ഈ സിനിമ ഗൗരവകരമായ ചില ചോദ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മൊബൈൽ ഫോണുകൾ പാടെ വേണ്ടെന്നല്ല, എന്നാൽ ചില നിയന്ത്രണങ്ങൾ കർശനമായും ഭരണകൂടം നടപ്പാക്കിയില്ലെങ്കിൽ വലിയ വിപത്ത് നേരിടേണ്ടി വരുമെന്നാണ് സംവിധായകൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ഇന്ത്യൻ സിനിമയിൽ ഇത്രയധികം ഗ്രാഫിക്സ് ഉപയോഗിക്കുന്നതും ചരിത്രത്തിൽ ആദ്യമാണ്. നിർമ്മാണ ചെലവും സകല റെക്കോർഡുകളും തകർക്കുന്നത് തന്നെയാണ്. നായക കഥാപാത്രമായ റോബോട്ടിനെ അവതരിപ്പിക്കുന്ന രജനീകാന്തും പക്ഷിരാജനായി അവതരിക്കുന്ന ബോളിവുഡ് സൂപ്പർ താരം അക്ഷയ് കുമാറും തകർപ്പൻ അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സിനിമ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ചില മൊബൈൽ കമ്പനികൾ രംഗത്ത് വന്നത് എന്നതിന്റെ കാര്യവും ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ശങ്കറിന്റെ സംവിധാന മികവ് ഒരിക്കൽ കൂടി പ്രകടമാകുന്ന സിനിമയിൽ AR റഹ്മാന്റെ പശ്ചാത്തല സംഗീതവും ഏറെ മികവ് പുലർത്തുന്നതാണ്. വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ എത്തിയ 2.0യ്ക്ക് തിയേറ്ററുകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.